ഹായ് ഫ്രണ്ട്സ്, ഡെയിലി ഡമക്ക സൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാനൊക്കെ അറിയാം, എന്നാലും എൻ്റെ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിലുള്ള വളരെ മിനിമലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ നല്ലവണ്ണം പഴുത്ത ഏത്തപ്പഴവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മൈദ ഉണ്ടെങ്കിൽ നമുക്ക് ഏത്തയ്ക്ക ഫ്രൈ, അതായത് പഴംപൊരി വളരെ രസമായിട്ട് ഉണ്ടാക്കാനായിട്ട് പഠിക്കും. 4 മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രുചികരമായ സ്നാക്സാണ്. പിന്നെ എന്താ പറയുക, കേരളത്തിൽ മാത്രം കിട്ടുന്ന, കേരളത്തിൻ്റെ വികാരം പൊറോട്ട എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെ ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ പഴംപൊരി. ആദ്യം തന്നെ പഴംപൊരിക്ക് വേണ്ട മാവാണ് റെഡിയാക്കുന്നത്. മൈദ, 1 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തത്. പിന്നെ എൻ്റെ പഴം അധികം പഴുക്കാത്ത കാരണം ഞാൻ കുറച്ച് പഞ്ചസാര അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര ഇടാതെ ഉണ്ടാക്കണതാണ് ഏറ്റവും ഹെൽത്തി കേട്ടോ. പിന്നെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂൺ കൊണ്ടൊക്കെയാണ് കുഴയ്ക്കണത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ കൊണ്ട് കുഴച്ചതിനെ പാകത്തിലാക്കി എടുക്കും. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാവ് ലൂസാവും. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അത്യാവശ്യം കുറച്ച് നേരം നമ്മളതൊന്ന് കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ, ഈ ഒരു കട്ടിയിൽ നമുക്കത് കിട്ടും. ഈ കട്ടിയേ നമുക്ക് പാടുള്ളൂ. അല്ലെങ്കിൽ കട്ടി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പഴംപൊരി രസം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു മീഡിയം ലെവലിൽ കട്ടിയിൽ നമുക്ക് വേണം പഴംപൊരി എടുക്കാൻ. തരികളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ നമ്മൾ ഉടച്ചെടുത്ത് മാവ് റെഡിയാക്കി വെക്കുക. 3 ഏത്തപ്പഴമാണ് ഞാൻ എടുക്കുന്നത്. ഏത്തപ്പഴത്തിൻ്റെ തൊലി നമ്മൾ ആദ്യം കളഞ്ഞു. എന്നിട്ട് ഏത്തപ്പഴത്തിനെ കുറച്ച് ഭംഗിയാക്കാനായിട്ട് അതിൻ്റെ വാലും തുമ്പൊക്കെ ഒന്ന് മുറിച്ച് കളയാമെന്ന് വിചാരിച്ചു. ആദ്യം മുറിച്ച് കളയേണ്ടതാണ് വിചാരിച്ചത്. പിന്നെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മുറിച്ച് കളഞ്ഞിട്ട് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് മുറിച്ച് കളഞ്ഞ കഷ്ണങ്ങളൊക്കെ ഞാൻ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണ ഏത്തപ്പഴം ആയതുകൊണ്ടും നമ്മൾ വീട്ടിലുണ്ടാക്കണതായതുകൊണ്ടും നമുക്ക് മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് പഴം ചീവി എടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു പഴത്തിനെ ഞാൻ 3 കഷ്ണങ്ങളാക്കിയിട്ടാണ് 3 സ്ലൈസ് ആക്കാനായിട്ട് പോവാണ്. അധികം വലിപ്പമില്ലാത്ത പഴം 3 സ്ലൈസ് ആക്കണം. കുറച്ച് വണ്ണം പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് 4ഓ 5ഓ ഒക്കെ സ്ലൈസ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് പഴം എടുക്കാം കേട്ടോ. ഞാനതിനെ 3 കഷ്ണങ്ങളാക്കി എല്ലാ പഴത്തിനെയും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, എണ്ണ ചൂടാവാൻ വെച്ചു. ഇത് കട്ട് ചെയ്യാവണ നേരത്ത് ഇത് കട്ട് ചെയ്തെടുക്കണ നേരത്ത് ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായോ എന്നറിയാം, നല്ല ചൂട് വേണം. നല്ല ചൂടായിരിക്കുന്ന സമയത്ത് വേണം പഴം ഇടാനായിട്ട്. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നുള്ളു മാവ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാവ് താഴത്തേക്ക് പോയി വേഗം മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, മുരിയുണ്ടെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായി എന്നാണ് അർത്ഥം. എന്നിട്ട് നമ്മൾ പഴം അതിൽ മുക്കി മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ ഗ്യാസ് ആക്കി വെക്കണം. എന്നിട്ട് മാവ് മുക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. മാവ് 2 സൈഡിൽ നന്നായി പിടിക്കണം. എനിക്കിതിപ്പോൾ ലൂസ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് തിരിഞ്ഞ് നോക്കുകയാണ്. എന്തായാലും കുക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും മാവിൻ്റെ കട്ടി കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. ഈ വെളിച്ചെണ്ണയിൽ ഇത് എടുത്തിടുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യം. വളരെ പേടിയാണ് എനിക്കത്. പപ്പടം വരെ കാച്ചാൻ പേടിയാണ്. അപ്പോൾ ഞാൻ അതെന്തായാലും എടുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ട് തിളക്കുന്നുണ്ട്. ബാക്കി പഴങ്ങളും ഇട്ടു. ആദ്യം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പഴം ഇട്ടപ്പോൾ ഞാനത് മാറ്റിയില്ല. അതുകൊണ്ട് ആദ്യം ഇട്ട നടുവിൽ കിടക്കുന്ന പഴം മാത്രം കുറച്ചധികം മുരിഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പഴങ്ങളിടാൻ. അതേ ചൂടിൽ ഇട്ടുണ്ടെങ്കിൽ ആദ്യം ഇടുന്ന പഴം വേഗം മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. എല്ലാം ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വല്ലാണ്ട് ചൂട് കുറഞ്ഞു പോകാനും പാടില്ല, എണ്ണയുടെ ചൂട് വല്ലാതെ കൂടിപ്പോകാനും പാടില്ല. രണ്ടും നമ്മൾ ഉണ്ടാക്കണ ഐറ്റത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ മാവിന് വല്ലാതെ കട്ടി കൂടിപ്പോയാൽ മൈദ കൂടുതലായിട്ട് പഴത്തിലൊട്ടി പിടിച്ചിട്ട് മൈദ തന്നെ തിന്നണ പോലെ നമുക്ക് തോന്നും. വല്ലാതെ മാവിൻ്റെ കട്ടി കുറഞ്ഞു പോയാൽ പഴത്തിൽ മാവ് പിടിക്കാതെ ഇരിക്കും. പഴം മാത്രം ഫ്രൈ ചെയ്തെടുക്കണ പോലെ നമുക്ക് തോന്നും. ഞാൻ ബാക്കി വന്നൊരു പഴം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ പഴം. അത് ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വട്ടത്തിലരിഞ്ഞു. എനിക്ക് നീളത്തിലരിയാൻ മടിയായിട്ട് വട്ടത്തിലരിഞ്ഞു. അതും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രൈ ചെയ്ത് വെച്ച് കിട്ടിയ ഐറ്റത്തിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കുറച്ച് എടുത്തിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കഴിച്ചു നോക്കി, അത്യാവശ്യം തിരക്കേടില്ല, നല്ല രസമുണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കഴിക്കുമ്പോൾ ക്രിസ്പിനെസ് ഉണ്ടാവും. അല്ലെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഓക്കെ, ബൈ.